വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി വ്ളോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കും അല്ലേ? എല്ലാവരും ഓരോ കാര്യങ്ങളും പറഞ്ഞ് വീട്ടിലിരിക്കുമല്ലേ. ഞാനിപ്പോൾ ഒന്ന് കടയിൽ പോവാട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു സ്മോൾ സ്പെഷ്യൽ ഉണ്ടാക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മോർണിംഗ് ഞാനിന്ന് കടയിൽ ഇറങ്ങിയതാണേ ഒരു സാധനം വാങ്ങാൻ. ഇത് സൺഡേ അല്ലേ, അതുകൊണ്ട് ഇപ്പോൾ സൺഡേ ഞാനിപ്പോൾ രാവിലെ തൊട്ട് അറൗണ്ട് 2 മണി വരെ ഞാൻ ഫ്രീ ആണ്. എല്ലാവരും ഞാൻ പറഞ്ഞു വിട്ടു രാവിലെ തന്നെ. അപ്പോൾ സാധനം ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു പാക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയതാ. വലിയ സാധനമൊന്നുമല്ല. രാവിലെ നോക്കിയപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാ. നല്ല കാറ്റാ കേട്ടോ പുറത്ത്. അപ്പം ഞാനിന്നുണ്ടല്ലോ, ഇന്ന് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കുന്നത്. ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ അല്ലേ, എല്ലാവരും ഫ്രീ ആയി വീട്ടിലിരിക്കുമല്ലേ. അപ്പം നമുക്കൊരു ചെറിയൊരു സ്വീറ്റ് ആകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതെന്നറിയുമോ, ഈ ചവ്വലരി ഇല്ലേ, ചവ്വരി എന്നാണ് പറയുന്നത് തോന്നല്ലേ. ഇവിടെ സബ്ബക്കി പായസം എന്നാണ് പറയുന്നത്. ചവ്വരി കൊണ്ടൊരു പായസം ചെറുതായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. പക്ഷേ ഞാൻ കുറേ സ്ഥലത്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്. അതെ, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ സ്റ്റൈൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, സൺഡേ ആയതുകൊണ്ട് റോഡല്ല, ഇന്നും എവിടെയും ട്രാഫിക് ഉണ്ടാവില്ല. സൺഡേ അല്ലേ, എല്ലാവരും ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്ന് കുശലം പറഞ്ഞൊക്കെ ഇരിക്കുന്ന സമയം ഇരിക്കുമല്ലോ. അതുകൊണ്ട് ആരും റോഡിലേക്ക് ഇറങ്ങത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നറിയാം, ഇപ്പോൾ 10 o'clock ആയി. അപ്പം എല്ലാവരും ചിലർ 10:30, 11 കഴിക്കുമല്ലോ. ഞാനിപ്പോൾ രാവിലെ ചെറുതായിട്ടൊന്ന് സ്മൂത്തി കുടിച്ചു. ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇച്ചിരി ഹെവി ആയിട്ട് കഴിക്കും. കാരണം ഇന്ന് സൺഡേ ആകുമ്പോൾ നമുക്കെന്തോ ചീറ്റ് ഡേ വേണ്ടേ, അതുകൊണ്ട്. പിന്നെ വൈകിട്ട് വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ വായിൽ നിന്ന് പിന്നെയും ഒന്ന് ഓക്കെ എന്ന് വരാൻ വേണ്ടി പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഞാനതങ്ങ് കൺട്രോൾ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഞാൻ ചവലരിയും കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കണ്ണൂരുകാരുടെ സ്ലാങ് ആണത്. കണ്ണൂർ എന്ന് പറയുമ്പോഴല്ലോ, ഞങ്ങൾ കണ്ണൂർ എന്ന് പറയുന്നത് മലയോര ഗ്രാമം. കാരണം കണ്ണൂർ പ്രോപ്പർ കണ്ണൂരുള്ളത് മീൻസ് വേറൊരു ലാംഗ്വേജ് ആണ് കേട്ടോ. അത് എനിക്ക് ശരിക്കും മനസ്സിലാകത്തില്ല. എന്തുണ്ടപ്പ അക്കടെ എന്തപ്പ എന്തിട്ടപ്പ എന്തൊക്കെ സംതിങ് അവർ പറയുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്ന മലയാളം ഈ കോട്ടയം സ്റ്റൈല്, അങ്ങനത്തെ സ്റ്റൈലൊക്കെയുള്ള മലയാളം മീൻസ് സ്ലാങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് കെട്ടോ എന്ന് വരുന്നത്. ഓക്കെ, ഞാനത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ശരി, ഇതുണ്ടോ ചവ്വരി. ഞാൻ ഇത് കണ്ടോ, ഒരു 1 hour, ഒരു ½ an hour മതി കേട്ടോ. 1 hour ഞാനിങ്ങനെ കുതിരാൻ വെച്ചേ കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ. ഇന്ന് ഞാൻ കിച്ചണിൽ നല്ല ഉണ്ടാക്കുന്നത്, പുറത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത്, ഹാളിൽ വെച്ചുണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഹാളിൽ കൊണ്ടുവന്നേ. അപ്പോൾ എനിക്ക് ഈസിയാണ്, കിച്ചണിൽ വെക്കുന്ന കഴിഞ്ഞാൽ ഈസിയാണ് എനിക്ക് ഇവിടെ വെക്കാനേ. കുറച്ച് വെള്ളം ഹീറ്റാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. ഇതൊരു 5 മിനിറ്റ് വേവണം. ഒത്തിരി വേകണ്ട, ഒരു 5 മിനിറ്റ് വെന്താൽ മതി. ഇതങ്ങനെ വേകട്ടെ കേട്ടോ. ഇത് കണ്ടോ, ചവ്വരി ഹാഫ് ബോയിലായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇത് കണ്ടോ, അധികം ബോയിലാണ്. കാരണം മിൽക്ക് കിടന്നിന് വേവാനുള്ളതല്ലേ. ഇതിപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ. അപ്പം നമുക്കുണ്ടല്ലോ കാഷ്നട്ടും പിന്നെ ഗ്രേപ്സും നമുക്ക് ഇത് മീൻസ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം. അപ്പം പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. നമുക്ക് എല്ലാവർക്കും തിന്നാനും നല്ലതാണ്. നല്ല കോൾഡാണ് കേട്ടോ ഇത്. ചിലർ പറയത്തില്ല എനിക്ക് ഭയങ്കര ഹീറ്റായി എന്നൊക്കെ പറയില്ലേ, അവർക്ക് നല്ലതാണ്. ഇത് വലിയ കോൾഡാണ് കേട്ടോ. ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്, വെരി ടേസ്റ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് വേണ്ട, ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബർമസില്ലി ഇല്ലേ, ബർമസില്ലിയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ്. അതും ഇനിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ദ്രാക്ഷയും ഗോതമ്പയൊക്കെ ഈ നമ്മുടെ കാഷ്നട്ടും പിന്നെ ഗ്രേപ്സും ഡ്രൈ ഗ്രേപ്സും ആക്കാവേ. ഒന്ന് ഫ്രൈ ആവട്ടെ. ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോഴേ നമുക്ക് പാലം തിളപ്പിക്കാൻ വെക്കാവേ. പാലെന്നറിയോ, നമുക്ക് മീൻസ് തിളച്ച പാൽ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ആ തിക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. നമുക്കപ്പം എളുപ്പമാണ്, മീൻസ് പെട്ടെന്നാകുകയും ചെയ്യും. ചിലരെന്നറിയാവോ കുക്കറിൽ ഉണ്ടാകും. കുക്കറിൽ മീൻസ് അവർ സോക്ക് ചെയ്ത് കുക്കറിൽ വിസിലടിക്കുവേ. അത് വേണ്ട, അങ്ങനെ നല്ലതല്ല. നമുക്കൊരു 1 ഹവറോ അല്ല ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതുണ്ടോ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കട്ടിയുള്ള പാലാണ് എടുത്തത്. ഇതുണ്ടോ നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചവ്വരി ഇല്ലേ, ചവ്വരിനകത്തേക്ക് ആക്കാം. ഞാൻ ഓൾറെഡി കഴുകി വാരി മാറ്റി വെച്ചതാണ്. ഇനി ഈ പാലിൽ കിടന്ന് കുറച്ച് വേകൂലോ. ഇത് നല്ല രുചിയാണ് കേട്ടോ. നിങ്ങൾ കുക്കറിലൊന്നും വേവിക്കണ്ട, ഇങ്ങനെ. ഇത് കണ്ടോ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാവോ? ഇത് കണ്ടോ നല്ലപോലെ തിളക്കട്ടെ. കുറച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ബദാം പൗഡർ ആക്കാം കേട്ടോ. ബദാം പൗഡർ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് വേണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിലും ആക്കാം. അതാകുമ്പോൾ ഇനി നല്ല തിക്കായിരിക്കും. നല്ലപോലെ തിളച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് ബദാം പൗഡർ ആക്കാവേ. ബദാം പൗഡർ ആക്കി കഴിഞ്ഞ് കുറച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഷുഗർ നോക്കണം കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി ഷുഗർ കണ്ടൻറ്റ് ഉണ്ടല്ലോ. അത് നോക്കിയിട്ട് വേണം നമുക്ക് എത്ര വേണം ഷുഗർ നിങ്ങൾക്ക് ആക്കാൻ. നിങ്ങളുടെ സ്വീറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ആക്കാം. ഷുഗർ ഉപയോഗിക്കാം കേട്ടോ. പായസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടേ. ഇത് കണ്ടോ ലൈറ്റ് ഒരു യെല്ലോ കളറായ ഗീയുടെ ഒക്കെ കളറ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ഈ പാത്രത്തിലേക്കല്ലേ ഒഴിച്ചത്. കണ്ടോ നല്ല ലൈറ്റ് യെല്ലോ കളറ്. നിങ്ങൾക്ക് മീൻസ് പിന്നെ വീഡിയോയിൽ അങ്ങനെ കാണുന്നുണ്ടാവില്ല, ബട്ട് ലൈറ്റ് യെല്ലോ കളറാണേ. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് രാശിക്കോടം മീൻസ് നമ്മൾ കാഷ്നട്ടും ഗ്രേപ്സ് വെച്ചില്ലേ അതും കൂടെ ഇടാം. അപ്പം നിങ്ങളുടെ മധുരമൊക്കെ അനുസരിച്ച് വേണം ഇടാനേ. കേട്ടോ നിങ്ങൾക്ക് ഇനിയും കട്ടി വേണമെങ്കിൽ നിങ്ങൾ എന്താണെന്നറിയോ നല്ലപോലെ കുറച്ചുകൂടെ തിളപ്പിച്ചാൽ മതി. ഇതിപ്പം വെന്തുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യുന്നത്. കണ്ടംസ് മിൽക്ക് ഒഴിക്കുവാണെങ്കിൽ ഇപ്പോൾ നല്ല തിക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ സാധാരണ മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഇത് കണ്ടോ ഭയങ്കര ലൈറ്റാണ്, നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് എത്ര തിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണാവോ? വൈറ്റും ആയതുകൊണ്ട് കാണത്തില്ലെന്ന് തോന്നുന്നു. കണ്ടോ? അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെപ്പോലുള്ളവർക്ക് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എല്ലാം വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഫാമിലി ചാനലല്ല. ഞാൻ മിന്നൂസ് കെ സ്മൈലി ബ്ലോഗ് എന്ന് മാത്രമേ മീൻസ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പം എൻ്റെ ഈ ചാനൽ എല്ലാം മൾട്ടി ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ഞാൻ ഹെൽത്തിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ കുക്കിനെക്കുറിച്ച് സംസാരിക്കും, ചിലപ്പോൾ ഞാൻ പോകുന്ന ഈസ് നേച്ചർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഓക്കെ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചാനൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.